ശ്രീരേഖ റിക്കമെൻഡ് ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദി. അതുപോലെ നിങ്ങൾ ഞാൻ പറയുന്ന ഇതുപോലെയുള്ള എല്ലാ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ നല്ല റിസൾട്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ. നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഞാൻ അന്ന് ഇന്ന് എപ്പോഴും പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെയർ ഓയിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റുപാടുകളുള്ള എക്കണോമിക്കലായിട്ടുള്ള ഈ ആയുർവേദ ചെടികൾ നമ്മളുടെ മുമ്പിൽ അത് ചിലപ്പോൾ തോന്നും ഇത് വെറുതെ കാട്ടുചെടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറിച്ചു കളയാറുണ്ട്. ആ ചെടികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മുടിയെ വളർത്താവുന്നതാണ്. ഞാൻ പറയുന്ന തരത്തിലുള്ള ഈ ആയുർവേദ പൊടികൾ കുറച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്യാം കേട്ടോ. നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി, ഇരട്ടിമധുരം, നീലാമരി, ശിക്കാക്കായ് പൗഡർ, ഇതെല്ലാം നമ്മൾ കുറച്ച് ആയുർവേദ പൊടികൾ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ റോസ്മേരി, പിന്നെ കൂടാതെ നമുക്ക് നമ്മുടെ ചുറ്റിനും ഉള്ള പച്ചമരുന്നുണ്ട്, ആയുർവേദ പച്ചമരുന്ന്. കയ്യുണ്ണിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? കയ്യുണ്ണിയം, പിന്നെ മറ്റേ പൂവാങ്കുരുന്നിൽ, മുയൽ ചെവി, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് മുടിയിലേക്കുള്ള താളി ഉണ്ടാക്കാം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മുറ്റത്തെ കളയാന്നും പറഞ്ഞ് പറിച്ച് കളയാറുണ്ട്. പക്ഷേ ഇത് ഏറ്റവും ഉത്തമമാണ്. ആയുർവേദ ചെടികൾ നമുക്ക് മുടി വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല ഔഷധമാണ്. ഇപ്പോൾ താമരയല്ലി പറഞ്ഞു. താമരയല്ലി മിക്കവർക്കും അറിയുമെന്നറിയില്ല, താമരയല്ലിയുടെ ഗുണങ്ങളൊക്കെ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇരട്ടിമധുരം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് തലമുടിക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എന്തിനാണ് തലമുടിക്ക് സിൽക്കി ആവാം, മുടിയുടെ വളർച്ചയ്ക്കും, കൂടാതെ പ്രൊമോട്ട് ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മുടി വളരാൻ സഹായിക്കും. അപ്പോൾ പിന്നെ ഡ്രൈനെസ് ഉണ്ടാവില്ല, സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവില്ല. മുടിയുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു, ഫോളിക്കൽസ് ഓപ്പൺ ചെയ്യുന്നു, അങ്ങനെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു, ബേബി ഹെയർ ഉണ്ടാവുന്ന ബേബി ഹെയർ ഹെൽത്തി ആക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇരട്ടിമധുരത്തിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ നമ്മൾ ഇരട്ടിമധുരം മറ്റുള്ള പൊടികൾ ഞാൻ ഉപയോഗിച്ചതാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നല്ലോ, അപ്ലൈ ചെയ്ത് കാണിച്ചു, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇരട്ടിമധുരം, നെല്ലിക്കപ്പൊടി, പിന്നെ മൈലാഞ്ചിപ്പൊടി, ഇത് മൂന്നും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും ഇത് തേച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ തേച്ചാൽ നമുക്ക് തിക്നെസ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് താമരയല്ലി, അപ്പോൾ താമരയല്ലി കിട്ടാത്തവർ താമരപ്പൂവെങ്കിലും വാങ്ങിച്ചിട്ട് 2-3 മതി, അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ കാണും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചോദിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ അതും ചേർക്കുക, അതൊക്കെ ഏറ്റവും ഉത്തമമാണ്. ഇതൊക്കെ ട്രഡീഷണലായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉപയോഗിച്ച് വരുന്ന സംഭവങ്ങളാണ് ഈ ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇരട്ടി മധുരം നമുക്ക് അകത്തേക്കും കഴിക്കാം, ചുമയ്ക്കൊക്കെ നല്ലതാണ്, തൊണ്ട ക്ലിയർ ചെയ്യാൻ നല്ലതാണ്. കച്ചേരിക്കാർ ഉപയോഗിക്കാറുണ്ട്, പാട്ട് പാടുന്നവർ. അതിൻ്റെ കുഞ്ഞു ടാബ്ലറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഇരട്ടി മധുരത്തിൻ്റെ. അത് നമ്മൾ കച്ചേരിക്കൊക്കെ പോകുമ്പോൾ വായിലിട്ടാൽ വെള്ളം ഉണ്ടാകും നാക്കിലൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ട ആവശ്യം വരില്ല, നമ്മുടെ സൗണ്ട് ക്ലിയർ ചെയ്യും. അപ്പോൾ അതുപോലെ മുഖത്തും അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഇരട്ടിമധുരം കൊണ്ടിട്ട്. ഇരട്ടിമധുരം മറ്റുള്ള ആയുർവേദ പൊടികളുടെ കൂടെ നമുക്ക് തേക്കാമെന്ന് പറഞ്ഞു. ഇത് കൂടാതെ ഇരട്ടിമധുരത്തിൻ്റെ എന്താണ് ടീ ഉണ്ടാക്കാം. ടീ എന്ന് പറയണത് എന്താ ഉദ്ദേശിക്കുന്നതെന്നറിയോ? ഇരട്ടിമധുരം ഇപ്പോൾ നമുക്ക് തലമുടിക്ക് ആവശ്യമായ വെള്ളം എടുക്കുക, എന്നിട്ട് 2 സ്പൂൺ ഇരട്ടിമധുരം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ അത് ഒന്ന് അരിച്ചെടുക്കുക. കോട്ടൺ തുണിയിലോ അരിപ്പയിലോ അരിച്ചെടുത്തിട്ട് ആ വെള്ളം നമുക്ക് തലമുടിയിലും തലയോട്ടിലൊക്കെ തേക്കാം. ഇടയ്ക്ക് ചൂർണം തലയ്ക്കും നല്ലതാണ്. അതേപോലെ തന്നെ ഗുണം ചെയ്യൂട്ട് ഇരട്ടിമധുരം. എന്നിട്ട് അരിച്ചെടുത്തിട്ട് അത് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെറും വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. വെറും വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ ഈ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം തലമുടിയിലും ഈ ചൂട് കാലത്ത് ഉണ്ടാവുന്ന കുരുക്കൾ വരെ മാറിക്കിട്ടും കേട്ടോ. ഏറ്റവും ബെസ്റ്റാണ്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ എന്താണ് ലൈക്കോറൈസ് ടീ ഉപയോഗിക്കാം. അത് തിളപ്പിച്ചിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് തലയോട്ടിലും തലമുടിയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം. നല്ല സുഖമാണ്.
അതുപോലെ തന്നെ ഇന്നലെ പരിചയപ്പെടുത്തിയ പാക്ക് ഉണ്ടല്ലോ, അത് തേച്ച് കഴിയുമ്പോഴത്തേക്കും സാധാരണ ഈവനിങ് ടൈമിൽ ചിലർക്ക് തലവേദന ഉണ്ടാവും. പക്ഷേ ഇത് തേച്ച് നമ്മൾ അരമണിക്കൂർ വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും. വൈകുന്നേരങ്ങളിലുള്ള ആ തലവേദന ഉണ്ടാവില്ല കേട്ടോ. മുടിക്ക് അതുപോലെ തലോട്ടിനൊക്കെ തണുപ്പ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് തലവേദന ഉണ്ടാവില്ല. മൊത്തത്തിൽ ഈ ചൂട് സമയം ശരീരം മൊത്തം ചൂടാവുമ്പോൾ ബ്ലഡ് ചൂടാവുന്നുണ്ടല്ലോ, ബ്ലഡ് ഈ ചൂടാവുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഈ ചൂട് സമയത്ത് ഇതുപോലെയുള്ള നമ്മൾ ആയുർവേദ ചെടികൾ പാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെയധികം ഒരു മനസ്സിന് സന്തോഷം കിട്ടും. ശരീരം നന്നാവുമ്പോൾ നമുക്ക് മനസ്സിനും സന്തോഷവും അല്ലേ. ഒരു അസുഖമുള്ള വ്യക്തിയുടെ മുഖം എപ്പോഴും വിഷമിച്ചിരിക്കും, എപ്പോഴും വിഷമമായിരിക്കും, സന്തോഷം ഉണ്ടാവില്ല. അതേസമയം നമ്മൾ ഹെൽത്തി ബോഡി ആണെങ്കിലോ, നമ്മൾ ആക്റ്റീവായിട്ട് ഓടി നടക്കാൻ പറ്റുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമാണ് അല്ലേ. ഒരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് ചെയ്യാനായിട്ട് എന്തും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഇതുപോലെ ശരീരം ചൂട് പിടിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ തണുപ്പിക്കാൻ നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്, അതുപോലെ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യം അറിയണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാൻ പറ്റും. മഴക്കാലത്ത് അതുപോലെ വേനൽക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പാക്കും കൂടാതെ ജ്യൂസ് ഐറ്റംസൊക്കെ അതുപോലെ മത്തങ്ങ കഴിക്കാം കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാക്കും കാര്യങ്ങളും ഒക്കെ തേക്കുമ്പോഴത്തേക്കും നമുക്ക് കുരുക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ചൂടിൽ നിന്ന് കുരുക്കൾ വരുന്നത് ചൂട് കൊണ്ടിട്ടാണ് അല്ലേ. തലയിൽ ചൂട് കൂടുമ്പോൾ നമുക്ക് കുരുക്കളൊക്കെ വരും. അപ്പോൾ ഇതേപോലെയുള്ള പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുരുവും പോവും, പിന്നീട് വരാതിരിക്കാനും നമുക്ക് ഇത് സഹായകമാകും. ഇത്തരത്തിലുള്ള ഈ പാക്കും കാര്യങ്ങളൊക്കെ സഹായകമാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ഈവനിങ് ടൈമിൽ മുടി പിന്നിയിട്ട് കിടക്കുക, വെടുത്തിയിട്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് കോമ്പിംഗ് മസാജ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാവരും കാണാം. എന്നിട്ട് രാവിലെയും പിന്നെ ഈവനിങ് ടൈമിലും ഒരു 5 മിനിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മസാജ് ചെയ്യുക കോമ്പ് ഉപയോഗിച്ച് കേട്ടോ. അപ്പോൾ മുടി ഫോളിക്കിൾസ് ഓപ്പൺ ആവും, അടഞ്ഞിരിക്കുന്ന ഫോളിക്കിൾസ് വല്ലതുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും കേട്ടോ. അപ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഇതുപോലെ മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ട. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാം കിട്ടും കേട്ടോ. ബെൽ ബട്ടണൊക്കെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞാനിപ്പോൾ എത്തിയുള്ളൂ, ഒന്ന് യാത്ര കഴിഞ്ഞിപ്പോൾ ഒന്ന് എത്തിയുള്ളൂ. എത്തിയ ഉടനെ തന്നെ വീഡിയോ പിടിക്കുകയാണ്. അപ്പോൾ സമയം അധികം ഇല്ല. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് നേരം വന്നിരിക്കാം. എന്നിട്ട് നമ്മുടെ ഈ ലൈക്കോ റൈസ് ഇരട്ടി മധുരത്തിൻ്റെ ചായ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള സൂപ്പറായിട്ടുള്ള ഈ സെറം ഉപയോഗിക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇത് ഹെർബൽ ടീ തണുത്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ, ലൈക്കോ റൈസിൻ്റെ. എന്നിട്ട് ഇതുപോലെ ഉപയോഗിക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കഴുകിക്കളയാം, വെറും വെള്ളത്തിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം.